Hello friends, welcome to our channel. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലിപ്പർ സർക്യൂട്ടിനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത്. എന്താണ് ക്ലിപ്പർ സർക്യൂട്ട്, ഏതൊക്കെ ടൈപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലിപ്പർ സർക്യൂട്ടുകൾ ഏതൊക്കെ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലിപ്പർ സർക്യൂട്ടിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നടത്തുന്നത്. അതിൽ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം സർക്യൂട്ട് നോക്കാം നമുക്ക്. ഇതിൽ ഏതാണ് ക്ലിപ്പർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഒരു ഡയോഡ് ഉണ്ട്, നമ്മളെ ക്ലിപ്പിംഗ് എലമെൻറ്റ്. നിങ്ങൾക്കറിയാം ക്ലിപ്പിംഗ് എലമെൻറ്റ് ഏതാണെന്നുള്ളത്. ഡയോഡാണ് നമ്മുടെ ക്ലിപ്പിംഗ് എലമെൻറ്റ്. ഓക്കെ, ഇവിടെ ഡയോഡ് കാണാം. ലോഡ് റെസിസ്റ്റർ ആയിട്ട് നമുക്ക് RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റർ കാണാം. ഓക്കെ, ഞാൻ ഈ സർക്യൂട്ട് ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഡയോഡ്, ലോഡ് റെസിസ്റ്റർ, ഇതാണ് സർക്യൂട്ട് അല്ലേ. സോ ഇതിൽ ലോഡ് റെസിസ്റ്ററിന് RLന് സീരീസ് ആയിട്ടാണ് ഡയോഡ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സീരീസ് ക്ലിപ്പർ എന്ന് പേര് കൊടുക്കാം. സീരീസ് ക്ലിപ്പർ അല്ലേ, സീരീസ് ക്ലിപ്പർ. ഓക്കെ, ഇനി നോക്കാം ഇതിൽ ഏത് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇൻപുട്ട് വേവ് ഫോമും, ഇത് ഇൻപുട്ട് വേവ് ഫോം ആണെങ്കിൽ ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഏത് പോർഷനാണ് കട്ട് ചെയ്ത് പോകുന്നത്, അതാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. അത് പോസിറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയും. നെഗറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഏത് പോർഷനാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ അസ്യൂം ചെയ്യുക ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് എന്നാണ് അല്ലേ. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ എന്താവും, ഫോർവേഡ് ബയസ് ആവും. ഡയോഡ് ഫോർവേഡ് ബയസ് ആയി കഴിഞ്ഞാൽ അതെന്താവും, ഷോർട്ട് സർക്യൂട്ട് ആവും അല്ലേ. ഇത് തമ്മിൽ കണക്റ്റഡ് ആണെന്ന് പറയും, ഐഡിയൽ കേസ് ആയിട്ട് നമ്മൾ പറയും. അപ്പം ഇത് ഷോർട്ട് സർക്യൂട്ടാണ്. ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടുത്തെ വി ഇൻ എന്ന് പറയുന്ന സിഗ്നൽ എന്താണോ അത് തന്നെ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടും അല്ലേ. ഇത് നമുക്ക് വി ഔട്ട് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. അപ്പം എന്താണോ ഇൻപുട്ട് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, ഇത് ഐഡിയൽ കേസാണ്. നമ്മുടെ പ്രാക്ടിക്കൽ കേസാണ് എന്താ സംഭവിക്കുക, ഇവിടെ ഒരു ഡയോഡ് ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ. ആ ഡയോഡ് ഡ്രോപ്പ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. നമുക്ക് ലൂപ്പിക്കേഷൻ എഴുതി നോക്കാം, അപ്പം മനസ്സിലാവും. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക, ഇവിടെ നെഗറ്റീവ് അസ്യൂം ചെയ്യുക, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ്. സോ ഇത് റിവേഴ്സ് ബയസ് ആവുന്നു, ഓപ്പൺ സർക്യൂട്ട് ആവുന്നു. ഇവിടെ നമുക്ക് ഈ ഡയോഡ് ഇല്ല, പകരം ഓപ്പൺ സർക്യൂട്ടാണ്. ഓക്കെ, സോ ഇവിടുത്തെ ഇൻപുട്ട് ഒരിക്കലും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടില്ല. വോൾട്ടേജ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. സോ വെൻ വി ഇൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക, വി ഔട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു വി ഇൻ ആയിരിക്കും. വെൻ വി ഇൻ ലെസ് ദാൻ 0 ആണെങ്കിൽ വി ഔട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് നമുക്ക് കിട്ടുക ഐഡിയൽ കേസിൽ. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്ക് അറിയാം, ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയർ ആണെന്ന് അറിയാം അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സർക്യൂട്ടാണ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ഹാഫ് വേവ് റെക്ടിഫയറിൽ ഇൻപുട്ട് ഒരു സൈൻ വേവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ്, ഒരു പോസിറ്റീവ് പാർട്ട് മാത്രമേ കിട്ടുള്ളൂ അല്ലേ. ഒരു പോസിറ്റീവ് പാർട്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ. നെഗറ്റീവ് ടൈപ്പ് ആണ് ചെയ്യാം, ഓൺലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഏത് ക്ലിപ്പർ എന്ന് പറയാം, നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയാം. നെഗറ്റീവ്, അപ്പോൾ പേരെന്താ വരിക, സീരീസ് ക്ലിപ്പറാണ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട പോയിന്റ് എന്താണ്, നെഗറ്റീവ് ക്ലിപ്പറാണ്. നെഗറ്റീവ് ക്ലിപ്പർ, അപ്പോൾ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ എന്നാണ് നമ്മൾ ഇതിന് പേര് കൊടുക്കുക. സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ എന്നാണ് പേര് കൊടുക്കുക. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൂപ്പിക്കേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ലൂപ്പിക്കേഷൻ എഴുതുക, നമ്മൾ സർക്യൂട്ട് ഞാൻ മാറ്റി കൂടി വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇവിടെ പോസിറ്റീവ്, നെഗറ്റീവ്,
പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയാണ് വരിക വി ഔട്ട്. ഇവിടെ വി ഡി. ഈ ഫോർവേഡ് ബയസ് ആകുമ്പോൾ മാത്രമേ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുള്ളൂ. ആ സമയത്ത് മാത്രമേ നമുക്ക് ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണല്ലോ ഇത് ഫോർവേഡ് ബയസ് ആവുന്നത്. അപ്പം എന്താണ്, നമുക്ക് ലൂപ്പ് ഇക്വേഷൻ എഴുതാം. മൈനസ് പ്ലസിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. സോ വി ഇൻ അല്ലേ, ഇത് വി ഇൻ ആണ്. വി ഇൻ മൈനസ് പ്ലസിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു, പ്ലസ് മൈനസിനെ മൈനസ് ആയിട്ട് എടുക്കുന്നു, അഗൈൻ പ്ലസ് മൈനസിനെ മൈനസ് ആയിട്ട് എടുക്കുന്നു, which is equal to എന്താ വരിക 0. സോ വി ഔട്ട് ഈക്വൽ ടു എന്താ വരിക, വി ഇൻ മൈനസ് വി ഡി അല്ലേ. വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഇൻ മൈനസ് വി ഡി. വി ഇൻ എന്താണ്, നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എടുക്കാം 5 ആണ് അല്ലേ. 5 വോൾട്ട് പീക്ക് അല്ലേ കൊടുക്കുന്നത്. 5 മൈനസ് വി ഡി എത്രയാണ് വരിക, 0.6 അല്ലെങ്കിൽ 0.7. വി ഡി 0.6 അല്ലെങ്കിൽ 0.7 ആണ് എടുക്കുക. സോ വി ഇൻ മൈനസ് വി ഡി എന്ന് പറഞ്ഞാൽ എന്താ വരിക, 4.4 വോൾട്ട് ആണ് വരിക അല്ലേ. അപ്പോൾ ഇതിൽ നോക്കുക നിങ്ങൾ, മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് 5 ആകുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എത്രയാണ് കിട്ടുക, 4.4 വോൾട്ടേജ് ആണ് അല്ലേ. എപ്പോഴാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം ഒന്ന് നോക്കുക. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ പീക്ക് അല്ലേ. ഈ പീക്ക് എത്രയാണ്, 5 വോൾട്ട് ആണ്. എന്തുകൊണ്ടാണ്, ഇവിടുത്തെ വോൾട്ട് പെർ ഡിവിഷൻ നോക്കുക, 5 വോൾട്ട് പെർ ഡിവിഷൻ. ഇവിടെ എന്താണ്, 5 വോൾട്ട് പെർ ഡിവിഷൻ. സോ ഇവിടെ നമുക്ക് പീക്ക്, ഇൻപുട്ടിൻ്റെ പീക്ക് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്, 5 വോൾട്ട് ആണ്. ഓക്കെ. സോ ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് 5 വോൾട്ടേജ്, ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് 5 വോൾട്ടേജ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇനി നോക്കുക, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്, ഇൻപുട്ട് വേവ് ഫോം. ഓക്കെ. ഇനി ഈ ആംപ്ലിറ്റ്യൂഡ് കുറവുള്ളത് അതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ. ഈ ഔട്ട്പുട്ട് വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ പോർഷനിൽ ഔട്ട്പുട്ട് 0 ആണ് അല്ലേ. എന്തുകൊണ്ടാണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഇല്ല. ഓക്കെ. സോ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇൻപുട്ടിനേക്കാൾ അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡിനേക്കാൾ ഒരു ചെറിയൊരു ഡിഫറൻസ് ഔട്ട്പുട്ടിൽ കാണാം അല്ലേ. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതാണ്, ഡയോഡിൻ്റെ ഡ്രോപ്പ് ആണ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് കുറച്ച് 0.6 കുറഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുക. സോ ഇതാണ് ഡിഫറൻസ് വരുന്നത്, ആ വോൾട്ടേജിൽ ഡിഫറൻസ് വരുന്നത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ സെയിം പീക്ക് തന്നെയാണ് കിട്ടേണ്ടത്. ഓക്കെ. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് ഇല്ല, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തന്നെ നമുക്ക് കാണാം ഒരു ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് കാണാം. ഓക്കെ. സോ ഇനി നമ്മൾ നോക്കുക ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത് നോക്കുക. ട്രാൻസ്ഫർ ക്യാര. ഓക്കെ. ട്രാൻസ്ഫർ ക്യാര എങ്ങനെയാണ് വരിക, ട്രാൻസ്ഫർ ക്യാര അത് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു റിലേഷൻ പോലെയാണ് കാണിക്കുക. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് അല്ലേ. സോ ഇത് വി ഇൻ ആണ്, ഇത് വി ഔട്ട് ആണ്. വി ഇന്നും വി ഔട്ടും. വി ഇൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എത്ര വരെയാണ് ഇൻക്രീസ് ചെയ്യുക, അപ് ടു 5 വോൾട്ട് ആണ് അല്ലേ. കാരണം എന്താ, നമ്മൾ 5 വോൾട്ട് പീക്കാണ് കൊടുത്തിരിക്കുന്നത്. മൈനസ് എന്ന് പറഞ്ഞാൽ വി ഇൻ മൈനസ് എന്ന് പറഞ്ഞാൽ എത്ര വരെ വരും, -5 വോൾട്ടേജ് വരെ വരും. ഓക്കെ. ഇനി നോക്കാം, നമ്മൾ ഇൻപുട്ട് 0 ഐഡിയൽ കേസ് നോക്കാം. ഇൻപുട്ട് 0-നേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. ഇൻപുട്ട് 0-നേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ എന്താ വരിക, ഔട്ട്പുട്ടും അതേപോലെ തന്നെയാണ് വരിക അല്ലേ, ലീനിയർ റിലേഷൻ ആണ്. അപ്പം ഇൻപുട്ട് 1 വോൾട്ടേജ് ആണെന്ന് ഇരിക്കുക, ഔട്ട്പുട്ട് 1 വോൾട്ടേജ് ആയിരിക്കും. ഇൻപുട്ട് 2 വോൾട്ടേജ് ആണെങ്കിൽ ഔട്ട്പുട്ട് 2 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, നമുക്ക് ഗ്രാഫ് എങ്ങനെ കിട്ടുക, ഇതേപോലെ ലീനിയർ ആയിട്ടാണ് കിട്ടുക. ഓക്കെ. സോ ഇതാണ് നമ്മുടെ 5 വോൾട്ട് എങ്കിൽ ഇവിടെ എന്തായിരിക്കും, 5 വോൾട്ട് തന്നെയാണ് കിട്ടുക ഐഡിയൽ കേസ്. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുക, ഒരു 4.4 വോൾട്ടേജ് മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്താ, പ്രാക്ടിക്കൽ കേസിൽ ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഇനി ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ, ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ -5 വോൾട്ടേജ് വരുമ്പോഴൊക്കെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇങ്ങനെയല്ലേ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരിക. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 0-ഉം
പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ലീനിയർ ആയിട്ടുള്ള റിലേഷൻ ആണ് കിട്ടുക. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇത് വേവ് ഫോം ആണ്, ഞാൻ പറഞ്ഞു. ഇതെന്താണ്? ഇൻപുട്ടാണ്. ഇതെന്താണ്? ഔട്ട്പുട്ട് ആണ്. ഒരു ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് കാണാം അല്ലേ? ഔട്ട്പുട്ട് വേവ് ഫോം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ല. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. നമുക്ക് ട്രാൻസ്ഫർ ക്യാരക്ടർ നോക്കാം. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൽ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് ലോറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ നോക്കുക, സീറോയിന് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫ് കാണാം. ഓക്കെ, ഇവിടെ സീറോയിൽ നിന്ന് അല്ല കാണിച്ചിരിക്കുന്നത്, ഒരു ചെറിയൊരു ഡ്രോപ്പ് കൂടി ഉണ്ട് അല്ലേ? അതായത് 0.7 എത്തിയാൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. ആ 0.7 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, 0.7 ഇത് കണ്ടക്ട് ചെയ്യുക. സോ അന്നേരമാണ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ലീനിയർ റിലേഷൻ കിട്ടുക. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ഈ ഒരു പോയിന്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് +5 വോൾട്ടേജ് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നതും -5 വോൾട്ടേജ് ആണ്. ഓക്കെ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 വോൾട്ടേജ് ആണ്. ഓക്കെ, ഇത് വി ഔട്ട് ആണ്, ഇത് വി ഇൻ ആണ്. അപ്പം ഈ 5 വോൾട്ടേജ് വരെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ് റിലേഷൻ നോക്കുക. ഓക്കെ, ലീനിയർ റിലേഷൻ ആണ്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ കേസ് ആണെങ്കിൽ ഇങ്ങനെയായിരുന്നു വേണ്ടത്, ഈ പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഇന്റർസെക്ട് ചെയ്യാതിരുന്നത്? ഇത് ലീനിയർ ആയിട്ട് ഇങ്ങനെയായിരുന്നു വരേണ്ടത്. ഓക്കെ, പകരം ഇവിടെയാണ് നിന്നത്. എന്തുകൊണ്ടാ? അത് ആ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗ്രാഫ് വരക്കാം. അപ്പോൾ ഇതിൽ ഗ്രാഫ് ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെൻ വി ഇൻ ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ഔട്ട് ഈക്വൽ ടു വി ഇൻ ആണ്. വെൻ വി ഇൻ ലെസ് ദാൻ 0.7 വോൾട്ട്, then വി ഔട്ട് ഈക്വൽ ടു 0. ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുന്നത്. ഓക്കെ, സോ ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. 0.7 വരെ ലീനിയർ, 0. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് അടുത്തൊരു സർക്യൂട്ടാണ്. അഗെയിൻ സീരീസ് ക്ലിപ്പ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ വർക്കിംഗ് എന്ന് നോക്കാം. ഇതിനെ ഞാനൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഒരു വോൾട്ടേജ് സോഴ്സ്, ഡയോഡ്, റെസിസ്റ്റർ, സിഗ്നൽ. ഓക്കെ, സോ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ഡയോഡ്, റെസിസ്റ്റർ, RL. ഓക്കെ, സോ അഗൈൻ ലോഡ് റെസിസ്റ്ററിന് സീരീസ് ആയിട്ടാണ് നമ്മൾ ഡയോഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ സീരീസ് ക്ലിപ്പർ. ദെൻ ഇത് നമ്മൾ പോസിറ്റീവ് പാർട്ടിനെ കടത്തിവിടുകയും നെഗറ്റീവിനെ ക്ലിപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഈ വോൾട്ടേജ് സെൽ ഇല്ലായിരുന്നെങ്കിൽ അഗെയിൻ ഇതപ്പോൾ എന്താണ്, വോൾട്ടേജ് സോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം പെർഫോമൻസ് തന്നെയായിരിക്കും. ഐ മീൻ പോസിറ്റീവ് പാർട്ട് തന്നെയായിരിക്കും, നെഗറ്റീവ് പാർട്ട് തന്നെയായിരിക്കും കട്ട് ചെയ്യുക. അപ്പോൾ നെഗറ്റീവിൻ്റെ ഫുൾ പാർട്ട് പോവില്ല, പകരം അഗെയിൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു പോസിറ്റീവ് ക്ലിപ്പർ തന്നെയാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ക്ലിപ്പർ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൽ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് കാരണം നമ്മൾ ഡയോഡിനെ ഫോർവേഡ് ബയസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഡയോഡിനെ ഫോർവേഡ് ബയസ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? സീറോയിൽ തന്നെ ഡയോഡ് കണ്ടക്ട് ചെയ്യും അല്ലേ? സീറോയിൽ തന്നെ കണ്ടക്ട് ചെയ്യും, ബട്ട് സീറോന് മുമ്പേയും കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കുക. ഓക്കെ, ഡയോഡ് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക? ഓൾറെഡി ഡയോഡ് ഫോർവേഡ് ബയസ് ആണ് അല്ലേ? ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് തന്നെയായാലും ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് കാരണം
അപ് ടു 2.6 വോൾട്ടേജ് വരെ, അതായത് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം നോക്കാം നിങ്ങൾക്ക്. ഇവിടെ നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം ഉണ്ട്. ഇതാണ് ഇൻപുട്ട് വേവ് ഫോം. ഇൻപുട്ട് വേവ് ഫോമിൻ്റെ 2.6 എന്ന് പറയുന്ന -2.6 വോൾട്ടേജ് വരെ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയസ് ആയിരിക്കും. ഓക്കെ, സോ അതിനുശേഷം എന്താ സംഭവിക്കുക? ഇവിടെ 2.6നേക്കാൾ കുറവ് വോൾട്ടേജ് വരും നെഗറ്റീവില് അല്ലേ. അപ്പം മോർ പോസിറ്റീവ് എന്നുള്ള ഓപ്ഷൻ വരില്ല. അപ്പം നെഗറ്റീവ് ആവും, ആനോട് മോർ നെഗറ്റീവ് ആവും. അപ്പോഴെന്താ സംഭവിക്കുക? ഇത് ഐഡിയൽ കേസാണ് പറയുന്നത്. അപ്പോഴെന്താ സംഭവിക്കുക? ഡയോഡ് റിവേഴ്സ് ബയസ് ആവും. ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, ഔട്ട്പുട്ട് എന്താവും? 0 ആയി പോകും. ഓക്കെ, നമുക്കിവിടെ ഒന്ന് ലൂപ്പ് ഇക്വേഷൻ എഴുതി നോക്കാം. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം നമുക്കിവിടെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് എടുക്കാം. ദെൻ അത് Vin, ദെൻ ഇത് V1 V2 അല്ലേ, V2 എന്ന് എടുക്കാം. ഇത് Vd എന്നെടുക്കാം. ഇത് Vout എന്ന് പറഞ്ഞെടുക്കാം അല്ലേ. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, സോ ലൂപ്പ് ഇക്വേഷനിലാണ് Vin മൈനസ് പ്ലസ് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു, പ്ലസ് 2.6 വോൾട്ട് മൈനസ് 0.6 മൈനസ് Vout ഈക്വൽ ടു 0 അല്ലേ. സോ Vout ഈക്വൽ ടു Vin പ്ലസ് 2.6 മൈനസ് 0.6, ദാറ്റ് ഈസ് Vin പ്ലസ് 2 എന്നാണ് കിട്ടുക അല്ലേ. Vinൻ്റെ മാക്സിമം 5 വോൾട്ട് ആണ്. പ്ലസ് 2 വോൾട്ട് ഈക്വൽ ടു 7 വോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക 7 വോൾട്ടേജ് ആണ്. വെൻ ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക 7 വോൾട്ടേജ് ആണ്. അത് ലൂപ്പ് ഇക്വേഷൻ എഴുതിയപ്പോൾ കിട്ടി അല്ലേ. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോഴാണ് നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതുക. എന്നാൽ മാത്രമേ നമുക്ക് സർക്യൂട്ട് ക്ലോസ്ഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? വെൻ ഡയോഡ് റിവേഴ്സ് ബയസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, കാരണം സർക്യൂട്ടിൽ ഒന്നും കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. RLനെ ക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഡയോഡ് ഫോർവേഡ് ബയസ് ആകുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 7 വോൾട്ടേജ് ആണ്. ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. ഇനി എപ്പോൾ വരെ ഡയോഡ് ഫോർവേഡ് ബയസ് ആവും? നമ്മുടെ ഇൻപുട്ടിലെ സിഗ്നൽ ഓൾറെഡി ഡയോഡിന് മറ്റേ വോൾട്ടേജ് സോഴ്സ് കാരണം ഫോർവേഡ് ബയസ് ആയത് കാരണം നമ്മുടെ ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ, അതായത് -2.6നേക്കാൾ കുറയുമ്പോൾ മാത്രമേ അത് റിവേഴ്സ് ബയസ് ആവുള്ളൂ. ഓക്കെ, സോ ആ സമയത്ത് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 0 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. ഇത് ഇൻപുട്ട് വേവ് ഫോം. നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ പീക്ക് 5 വോൾട്ടേജ് ആണ്, -5 വോൾട്ടേജ് ആണ്. ഇത് +5 വോൾട്ടേജ്. ഓക്കെ, +5 വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതാണ് 7 വോൾട്ടേജ് കിട്ടും അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്, 7 വോൾട്ടേജ്. ഈ വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ്, +7 വോൾട്ടിലേക്ക് ഒരു ചെറിയൊരു ചേഞ്ച് അല്ലേ. 5 വോൾട്ടിന് പകരം 7 വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. ഈ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആകുമ്പോൾ തന്നെ അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. 0 ആകുമ്പോൾ തന്നെ അതായത് 0നേക്കാൾ മുൻപേ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിലൊരു വ്യത്യാസം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കാം. ഇവിടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത് 0ക്ക് മുൻപാണ്. ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് എന്ത് കാണിക്കുന്നുണ്ട്? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ലീനിയർ റിലേഷൻ കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാലും അതൊരു 2.6നേക്കാൾ കുറഞ്ഞാൽ മാത്രമേ റിവേഴ്സ് ബയസിലേക്ക് പോകുള്ളൂ. അപ്പോൾ മാത്രമേ ഔട്ട്പുട്ട് 0 ആണ്. അതായത് ഈ പോയിന്റ് മുതൽ
ഈ പോയിന്റ് 5 വോൾട്ടേജ് ആണ് ഇത് അല്ലേ, -5 വോൾട്ടേജ്. ഈ പോയിന്റ് വരെ മാത്രമാണ് ഔട്ട്പുട്ട് 0 ആവുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്. ആ സമയത്തൊക്കെ ഔട്ട്പുട്ടും ഇൻപുട്ടും എന്താണ്, ലീനിയർ റിലേഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുക, ഈ പൊസിഷനിൽ ശരിക്കും പറഞ്ഞാലുള്ള വോൾട്ടേജ് 5 വോൾട്ടേജ് ആണ്. ബട്ട് ഔട്ട്പുട്ട് എവിടത്തോളം പോകുന്നുണ്ട്, 7 വോൾട്ടേജ് വരെ പോകുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇതിന് ഞാൻ ഈ സ്കെയിൽ ഞാനൊന്ന് മാറ്റുകയാണ്. ഇവിടെ ഇപ്പോൾ സ്കെയിൽ ഇട്ടിരിക്കുന്നത് 5 വോൾട്ടേജ് ആണ്, ഇവിടെ 5 വോൾട്ടേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇവിടെ ഞാൻ വോൾട്ടേജ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് ആക്കി മാറ്റി. അപ്പോൾ ഇവിടുത്തെ ഗ്രാഫ്, നേരത്തെ വരച്ചിരിക്കുന്ന ഗ്രാഫിൽ ചെറിയൊരു ചേഞ്ച് കാണാൻ കഴിയും. അതായത് ഇതാണ് നമ്മളെ വോൾട്ടേജ് അല്ലേ, ഇത് ലെവല് മാറ്റിയിട്ടില്ല, 2 വോൾട്ടേജ് ആയി. ഓക്കെ, സോ 2, 4, 5 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അല്ലേ, ഈ പോയിന്റിലാണ് നമുക്ക് ഔട്ട്പുട്ട് കാണാം. ഔട്ട്പുട്ട് എത്ര വരിക, ഇത് 5 തന്നെയാണ്. ഇവിടെ എന്താണ്, 7 വോൾട്ടേജ് ആണ് കാണിക്കുക അല്ലേ, ഇത് 7 ആണ്, ഇത് 5 ആണ്. ഓക്കെ, 5-ല് 7 വോൾട്ടേജ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഈ ചേഞ്ച് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ 0-ൽ നിന്നായിരുന്നു കണ്ടക്ട് ചെയ്യുന്ന പോലെ കാണിച്ചത്. ഇവിടെ എന്തായി, ഈ പോയിന്റ് നിന്നാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്, അത് നമ്മുടെ വോൾട്ടേജ് സോഴ്സിന്റെ എഫക്റ്റ് ആണ്. ഓക്കെ, ഓൾറെഡി ഫോർവേഡ് ബയസ് ആയത് കാരണമാണ് അത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഞാൻ ഇതിന്റെ വോൾട്ടേജ് സോഴ്സ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. വോൾട്ടേജ് സോഴ്സ് നേരത്തെ എന്തായിരുന്നു, നമ്മൾ ഇവിടെ പോസിറ്റീവ് ആയിരുന്നു കൊടുത്ത്, ഓൾറെഡി ഫോർവേഡ് ബയസ് ആയിരുന്നു. ഇവിടെ എന്താണ്, ഓൾറെഡി റിവേഴ്സ് ബയസ് ആക്കി. ഓക്കെ, സോ 0.6 വോൾട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോഴുള്ള ലൂപ്പ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഞാൻ വോൾട്ടേജ് സോഴ്സ്, ഡയോഡ്, റെസിസ്റ്റർ, സപ്ലൈ, നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഇക്വേഷൻ എഴുതാണ്. വി ഇൻ ഞാൻ അഗെയിൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു. വി ഇൻ പ്ലസ് മൈനസ് ആണ്, സോ മൈനസ് വി, then minus Vd minus Vout equal to 0 അല്ലേ. V in minus V minus Vd equal to V0. So V0 equal to എന്താ വരിക, V in minus V minus Vd അല്ലേ. V in ന്റെ മാക്സിമം വാല്യൂ 5 minus 2.6 minus 0.6 5 അല്ലേ. 5 minus 2.6 minus 0.6, അതായത് നമുക്ക് എന്താ കിട്ടുക, 1.8 വോൾട്ടേജ്. ഇനി നോക്കാം, നിങ്ങൾ ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1.8 വോൾട്ടേജ് ആണ്. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് 1.8 വോൾട്ടേജ് ആണ്. ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയസ് ആവുക, ഡയോഡ് ഈ 2.6-ൽ ഓൾറെഡി റിവേഴ്സ് ബയസ് ആക്കി വെച്ചതുകൊണ്ട് ഡയോഡിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് ഡയോഡിൽ കിട്ടേണ്ട വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ -2.6-നേക്കാൾ കൂടുതൽ വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 2.6-ൽ നെഗറ്റീവിൽ കൊടുത്തുകൊണ്ട് അതിനേക്കാൾ കൂടിയ ഒരു വോൾട്ടേജ് വന്നാൽ മാത്രമേ ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുള്ളൂ. അപ്പം ആ ഒരു സമയം വരെ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. ആ സമയത്തൊന്നും നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. കാണാം, 5 വോൾട്ട് പീക്ക്, അഗെയിൻ 5 വോൾട്ട് നെഗറ്റീവ് പീക്ക് അല്ല, -5 വോൾട്ടേജ്. ഇനി ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ 1.8 വോൾട്ടേജ് നമുക്ക് പീക്ക് വരുന്നുള്ളൂ അല്ലേ. ഇവിടെ 1.8 വോൾട്ടേജ് കിട്ടുന്നുള്ളൂ. ബാക്കി സമയത്തൊക്കെ നമുക്ക് ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. ഇത്രയും പോർഷനിൽ ഔട്ട്പുട്ട് 0 ആണ്. ഓക്കെ,
ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് 0 ആണ്. അതെന്തുകൊണ്ടാണ്? ഓൾറെഡി റിവേഴ്സ് ബയസ് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പൊ എന്തുകൊണ്ടാണ് വോൾട്ടേജ് ഡിക്രീസ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമ്മളെ വി ഔട്ട് എന്ന് പറയുന്നത് 1.8 വോൾട്ട് ആണ്. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ, ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ വി ഔട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇതിൽ കൂടുതൽ സമയം ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. ഓക്കെ, നോക്കാം, ഇതിന്റെ ഗ്രാഫ് നോക്കാം. ഞാൻ പറഞ്ഞു കൂടുതൽ സമയം ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് 5 വോൾട്ടേജ് ആണ്. ഈ 5 വോൾട്ടേജിൽ 2.6 വരെ അല്ലെ, അറൗണ്ട് 2.6 വോൾട്ടേജ് വരെ അല്ലെങ്കിൽ 2.5 എന്ന് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ പകുതി വരെ ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ് അല്ലേ. അപ് ടു ഇത്രയും പോർഷനിൽ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. ദെൻ അതിനുശേഷം, അതായത് ഡയോഡ് ഫോർവേഡ് ബയസ് ആകുന്ന സമയത്ത് എന്ത് ചെയ്തു? ലീനിയർ റിലേഷൻ കാണിച്ചു. ഓക്കെ, ഇതിന്റെ പീക്ക് നോക്കുക. ഈ പീക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടത്തോളം 5 വോൾട്ടേജ് ആണ് അല്ലെ, +5 ആണ്. നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതിയപ്പോൾ എത്രയാണ് കിട്ടിയത്? 1.8. ഇതാണ് നമ്മൾ ഈ ലെവലാണ് 2.5 എന്ന് പറയാ. 2.5നേക്കാൾ കുറവാണ് അല്ലെ, അറൗണ്ട് 1.8 വോൾട്ടേജ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 5 വോൾട്ടേജ് പീക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1.8 വോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് പൊസിഷൻ വരെ ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്, ഏത് പൊസിഷൻ വരെ ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്, ഏത് പൊസിഷൻ വരെ ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്. ഈ കേസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? സീരീസ് ക്ലിപ്പർ തന്നെയാണ്. അതിലെ നെഗറ്റീവ് പാർട്ടിനെ കട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സർക്യൂട്ട് നോക്കാം. ഇതിൽ ഡയോഡിന്റെ പൊസിഷൻ തിരിച്ചു വെച്ചു അല്ലെ. ഡയോഡിനെ ഈ രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഡയോഡ് ഈ രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിള്, നെഗറ്റീവ് ഹാഫ് സൈക്കിള് കട്ടായി പോയി. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതാണ് നമ്മളെ ഇൻപുട്ട് എങ്കിൽ, ഇതാണ് നമ്മളെ ഇൻപുട്ട് വേവ് ഫോം എങ്കിൽ ഔട്ട്പുട്ട് എന്താവും? നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കിട്ടും, പോസിറ്റീവ് കട്ടായി. അപ്പൊ ഇത് എന്താണ്? ഹാഫ് വെയർ റെക്ടിഫയർ ആണ്, ബട്ട് എന്താണ്? പോസിറ്റീവ് പാർട്ടാണ് കട്ടായി പോകുന്നത്, നെഗറ്റീവ് പാർട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതിലെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്, ഇത് ഫോർവേഡ് ബയസ് ആവുക. സോ ഇവിടെ നമുക്ക് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് എന്ന് എടുക്കാം. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതുന്നു. ഇവിടെ വി ഇൻ ആണ്. ഞാൻ പോസിറ്റീവ് നെഗറ്റീവിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഓക്കെ, പോസിറ്റീവ് വി ഇൻ മൈനസ് വി ഡി. ഇവിടെ മൈനസ് പ്ലസ് ആണ്. ഇവിടെ പ്ലസ് മൈനസിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പൊ മൈനസ് പ്ലസിനെ ഞാൻ മൈനസ് ആയിട്ട് എടുക്കണം. വി ഡി അഗെയിൻ പ്ലസ് മൈനസ്, സോ പ്ലസ് വി ഔട്ട് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് വരിക അല്ലേ. പ്ലസ് വി ഇൻ മൈനസ് വി ഡി പ്ലസ് വി 0 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് വി ഔട്ട് ഈക്വൽ ടു വി ഇൻ മൈനസ് വി ഡി അല്ലേ. ഇതിനപ്പുറത്തേട്ടു വി 0 is equal to minus of v in minus vd, which is equal to minus of 5 minus 0.6, which is equal to 4.4, minus 4.4 volt. Output in the minus 4.4.
ഇവിടെ നോക്കുക നിങ്ങൾ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. ഓക്കെ, ഔട്ട്പുട്ടാണ് ഈ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ട് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 5-നേക്കാൾ കുറവാണ് അല്ലേ. അത് എത്രയായിരിക്കും? -4.4 വോൾട്ടേജിൻ്റെ ആയിരിക്കും ഇവിടുത്തെ ഔട്ട്പുട്ട്. ഓക്കെ, എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കുക. ഫോർവേഡ് ബയസ് ആകുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതാം, വെൻ വി ഇൻ ഇങ്ങനെ എഴുതാം നമുക്ക്, വി ഇൻ ഈക്വൽ ടു വി ഔട്ട്. ഐഡിയൽ കേസാണ് പറയുന്നത്. വെൻ ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ അല്ലേ, ഡയോഡ് വി ഇൻ ഈക്വൽ ടു വി ഔട്ട് എപ്പോഴാവുക? ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ. റിവേഴ്സ് ബയസ് ആകുമ്പോൾ 0 ആവും. ഓക്കെ, അപ്പോൾ ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയസ് ആവുക? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കിവിടെ 0 കാണാം അല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇല്ലല്ലോ, ഔട്ട്പുട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ 0. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് കാണാം എന്താണ്? ലീനിയർ റിലേഷൻ കാണാം. ഇവിടുത്തെ പീക്ക് എന്ന് പറയുന്നത് 5 അല്ല, പകരം 4.4 വോൾട്ടേജ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, സോ ഇതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്? ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. പോസിറ്റീവ് സീരീസ് ക്ലിപ്പറിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതിൽ ഓർമ്മിക്കേണ്ട കേസ് ഇതാണ്, ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഓക്കെ, ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടും ലീനിയർ റിലേഷൻ ആണ് കിട്ടുക. എത്ര വോൾട്ടേജ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. ഓക്കെ, ഇനി നമുക്ക് സെല്ല് കണക്ട് ചെയ്യാം. അഗൈൻ സെല്ല് കണക്ട് ചെയ്തു. ഓക്കെ, സെല്ല് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സർക്യൂട്ട് ഒന്ന് മാറ്റി വരക്കാം. പോസിറ്റീവ് നെഗറ്റീവ്, ഡയോഡ്, റെസിസ്റ്റർ, പ്ലസ് മൈനസ്, മൈനസ് പ്ലസ്, പ്ലസ് മൈനസ്. ഓക്കെ, ഡ്യൂറിങ് ഇത് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് ഡയോഡ് ഫോർവേഡ് ബയസ് ആവുക. അപ്പം നമുക്ക് ഇക്വേഷൻ എഴുതാം, വി ഇൻ പ്ലസ് മൈനസ് ആണ്, വി ഇൻ പ്ലസ് വി മൈനസ് വി ഡി പ്ലസ് വി ഔട്ട് ഈക്വൽ ടു 0 അല്ലേ. വി ഇൻ പ്ലസ് വി, കാരണം ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് കാണിച്ചത്. പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്, മൈനസ് പ്ലസ് ആയതുകൊണ്ട് മൈനസ് വി ഡി പ്ലസ് മൈനസ് വി 0 ഈക്വൽ ടു 0. സോ നമുക്ക് ഇങ്ങനെ എഴുതാം ഇക്വേഷൻ, മൈനസ് വി 0 ഈക്വൽ ടു വി ഇൻ പ്ലസ് വി മൈനസ് വി ഡി അല്ലേ. വി 0 ഈക്വൽ ടു മൈനസ് ഓഫ് വി ഇൻ പ്ലസ് വി മൈനസ് വി ഡി ഈക്വൽ ടു മൈനസ് ഓഫ് 5 plus 2.4 minus 0.6, 5 plus 2.4 7.4 minus 0.6 അല്ലേ. നമുക്ക് കിട്ടാം -6.8 എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. ഓക്കെ, ഇവിടെ ഇൻപുട്ട് വേവ് ഫോം കാണാം. ഇതാണ് ഇൻപുട്ട് വേവ് ഫോം. ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. നോക്കാം, 5 വോൾട്ടേജ് ആണ് ഇവിടുത്തെ ലെവല്. ആ 5-നേക്കാൾ കൂടുതലാണ്. നമുക്ക് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് 6.8 ആണ്. അറൗണ്ട് അതേ വോൾട്ടേജ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഓക്കെ, ശരിയല്ല. ഇത് പകുതി 7.5 ആണെങ്കിൽ അതിനേക്കാൾ കുറവ് അല്ലേ. 6.8 വോൾട്ടേജ് മൈനസ് 6.8 വോൾട്ടേജ്. അപ്പോൾ ഇതിൽ ഇത്രയും പോർഷനാണ് ഡയോഡ് റിവേഴ്സ് ബയസ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഡയോഡ്
റിവേഴ്സ് ബയസ് ആയിട്ട് നിൽക്കുന്ന പോർഷനാണ് ഇത്. ഓൾറെഡി ഇത് ഫോർവേഡ് ബയസ് ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം മാത്രമേ അത് റിവേഴ്സ് ബയസിൽ ഇരിക്കത്തുള്ളൂ അല്ലേ? കാരണം നെഗറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി 2.4 ഫോർവേഡ് ബയസ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തായാലും അതിന് കുറഞ്ഞ ഏരിയയിൽ മാത്രമേ, അല്ലെങ്കിൽ കുറഞ്ഞ ടൈം മാത്രമേ അത് റിവേഴ്സ് ബയസ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് വേവ് ഫോം. ഇനി നോക്കാം അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ്, എപ്പോഴാണത് കണ്ടക്ട് ചെയ്യുന്നത്, എപ്പോഴാണത് റിവേഴ്സ് ബയസിലാവുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇത്രയും പോർഷനിൽ ഡയോഡ് എന്താണ്, റിവേഴ്സ് ബയസ് ആണ് അല്ലെ? അപ് ടു ഇത്രയും പോർഷനിൽ ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്. ബാക്കി എല്ലാ സമയത്തും ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്. ഓക്കെ, സോ ഈ ഒരു പോർഷനിൽ നമുക്ക് ലീനിയർ റിലേഷൻ കാണാം. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിന്റെ പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ വോൾട്ടേജ് സോഴ്സിനെ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. വോൾട്ടേജ് സോഴ്സിന്റെ പൊളാരിറ്റി നമ്മൾ മാറ്റി. സോ നമുക്ക് വീണ്ടും ഒന്ന് സർക്യൂട്ട് വരച്ച് നോക്കാം. നെഗറ്റീവ്, പോസിറ്റീവ്, ഡയോഡിന്റെ പൊളാരിറ്റി നോക്കുക. വി ഇൻ, സോ ഇക്വേഷൻ വരെ ഇങ്ങനെയാണ്. പ്ലസ് മൈനസ് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. വി ഇൻ മൈനസ് വി അഗെയിൻ മൈനസ് വി ഡി plus V0 equal to 0. So V0 equal to minus of V in minus V minus VD, which is equal to minus of 5 minus 2.4, 5 minus 2.4 minus 0.6 equal to voltage. 5 minus 2.4 minus 0.6 equal to 2 volt. നോക്കാം, നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോഴുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജ് 2 വോൾട്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 2 വോൾട്ടേജ് അല്ലേ? ഇത് ഇത്രയും 5 വോൾട്ട് ആണ്. സോ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സാക്റ്റ് ആയിട്ട് 2 വോൾട്ടേജ് കാണാം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, സോ വോൾട്ടേജിൽ ഡിക്രീസ് വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഈ വോൾട്ടേജ് സോഴ്സ് കാരണമാണ്. ഓക്കെ, സോ നമുക്ക് കിട്ടുക ഒരു പീക്ക് കുറഞ്ഞിട്ടുള്ളൊരു ഇൻപുട്ട് വേവ് ഫോം ആയിരിക്കും. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ നിങ്ങൾക്ക് കാണാം ചെറിയൊരു പോർഷനിൽ മാത്രമേ ലീനിയർ റിലേഷൻ കാണിക്കുന്നുള്ളൂ. അതായത് നെഗറ്റീവിൻ്റെ ചെറിയൊരു പോർഷനിൽ മാത്രമേ ലീനിയർ റിലേഷൻ കാണിക്കുന്നുള്ളൂ. അത്രയും പോർഷനിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഇത്രയും പോർഷനിലെ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. ഈ പോസിറ്റീവ് 5 മുതൽ അറൗണ്ട് 2.5 വോൾട്ടേജ്, 2.6 വോൾട്ടേജ് വരെ, 2.4 വോൾട്ടേജ് വരെ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. 2.6 പ്ലസ് നമ്മുടെ ഡയോഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടി ഉണ്ടാവും. അപ്പോൾ ഇത്രയും പോർഷനിൽ നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്. അതിനുശേഷം മാത്രമേ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പീക്ക് നോക്കുക നിങ്ങൾ. ഇത് മൊത്തം 5 വോൾട്ട് ആണ്. 1 2 3 4 5 അല്ലേ? അപ്പോൾ ഈ പീക്ക് നോക്കുക നിങ്ങൾ, 2ലാണ് ഇന്റർസെക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ ഇത് പീക്ക് എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് ആണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത് എത്രയാണ്, 2 വോൾട്ട് ആണ്. സോ ആ രീതിയിലാണ് നമ്മുടെ ഗ്രാഫ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയസ് ആവുന്നത്, എപ്പോഴാണ് റിവേഴ്സ് ബയസ് ആവുന്നത്, ഏത് വോൾട്ടേജിലാണ് ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്നത്,
ആ ഫോർവേഡ് ബയസ് ആവുന്നവരെ ഔട്ട്പുട്ട് എന്തായിരിക്കും 0 ആയിരിക്കും. അതിനുശേഷം ലീനിയർ റിലേഷൻ കാണിക്കുന്നു. ലീനിയർ റിലേഷൻ കാണിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അതുകൂടി കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എക്സാക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, സീരീസ് ക്ലിപ്പേഴ്സിനെ പറ്റിയിട്ടാണ്. സീരീസിൽ തന്നെ നമ്മൾ സീരീസ് ക്ലിപ്പറിൽ ബയാസ്ഡ് ക്ലിപ്പറാണ് കൂടുതലും ഡിസ്കസ് ചെയ്തത് അല്ലേ. ബയാസ്ഡ് ക്ലിപ്പർ, അതിൽ തന്നെ ബയാസ്ഡ് ക്ലിപ്പർ അറ്റ് ക്ലിപ്പിംഗ് ലെവൽ അറ്റ് പ്ലസ് വോൾട്ടേജും പഠിച്ചു, നെഗറ്റീവ് മൈനസ് വോൾട്ടേജും പഠിച്ചു. നെഗറ്റീവ് എന്നല്ല മൈനസ് വോൾട്ടേജും പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ സർക്യൂട്ടുകളുണ്ട്. എന്തൊക്കെയാണ്? പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ, പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ, നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ, നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ, positive series clipper with the clipping level at plus voltage, positive clipper with the clipping level at minus negative voltage, negative clipper with the clipping level at positive voltage, minus അല്ലെങ്കിൽ negative clipper with the clipping voltage at നെഗറ്റീവ് വോൾട്ടേജ്. അപ്പോൾ ഇങ്ങനെ കുറേ സർക്യൂട്ടുകൾ നമുക്ക് കാണാം. അതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. എന്താണ്, ഓരോ പോസിറ്റീവ് ക്ലിപ്പർ എന്താണെന്ന് പഠിച്ചു, നെഗറ്റീവ് ക്ലിപ്പർ എന്താണെന്ന് പഠിച്ചു, അതിൽ തന്നെ പോസിറ്റീവ് ക്ലിപ്പറിൽ ബയാസ്ഡ് ക്ലിപ്പർ പഠിച്ചു, നെഗറ്റീവിൽ നമ്മൾ ബയാസ്ഡ് ക്ലിപ്പർ പഠിച്ചു. ബയാസ്ഡ് ക്ലിപ്പറിൽ തന്നെ 2 വോൾട്ടേജ് ലെവൽസ്, അതായത് പോസിറ്റീവ് വോൾട്ടേജ് ആയിക്കഴിഞ്ഞാലും നെഗറ്റീവ് വോൾട്ടേജ് ആയിക്കഴിഞ്ഞാലുള്ള അതിൻ്റെ ഔട്ട്പുട്ട് റിലേഷൻ, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.